രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ AICCക്ക് പരാതികൾ ലഭിച്ചു. പരാതികൾ അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ച് ദീപാദാസ് മുൻഷി. പരാതികൾ KPCCക്ക് കൈമാറി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റിയേക്കും. സൂര്യഗായത്രി ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങളുമായി. സൂര്യ, ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റിയേക്കുമെന്ന് ഉള്ള ഒരു വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത്രത്തോളം രൂക്ഷമാണോ അപ്പോൾ ഈ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിലെ ഈ പരാതികളിലെ പരാമർശങ്ങൾ? കാളിദാസ്, തുടർച്ചയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ്. അത് ഏറ്റവും ഗൗരവമായിട്ടുള്ളത് സ്ത്രീ വിഷയങ്ങളിൽ മേലുള്ള ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്. തുടർച്ചയായിട്ട് ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് AICC ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് KPCCക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമായിട്ട് ഈ വിഷയത്തെ പാർട്ടി കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. ഇരട്ട പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നുള്ളതാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCCക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി അത് AICCക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം AICC KPCCക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ പ്രതിരോധത്തിൽ പാർട്ടി ആയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയമാണ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും അത് പാർട്ടിക്ക് ഒട്ടും ഗുണം ചെയ്യില്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. എന്തായാലും നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി അത് മാറ്റിയേക്കുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം MLA ആയിട്ടുള്ള വ്യക്തി 2 പദവികൾ അലങ്കരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഈ KPCC തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി അത് മാറ്റിയേക്കും എന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിലേക്കൊന്നും കടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പാർട്ടിക്കുള്ളിൽ തന്നെ MLA ആയതിനു ശേഷം ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ഇരുന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്ന് വന്ന ഒരു ഘട്ടത്തിൽ കൂടി ആണ് ഈ തീരുമാനവും പാർട്ടി എടുക്കുന്നത് എന്നുള്ള ചില പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തന്നെയും നിലവിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത് അതീവ ഗൗരവതരമായിട്ട് എടുക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഹൈക്കമാൻഡ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് അകത്തു നിന്ന് തന്നെ രാഹുലിനെതിരെ വിയോജിപ്പുകളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. വനിതാ നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില അതൃപ്തികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പലരും അതിൽ വനിതാ നേതാവിന്റെ ഉൾപ്പെടെയുള്ള ഓഡിയോ സന്ദേശമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് MLA ആകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ പരാതികൾ ഗൗനിക്കാതെ പിന്നീട് അദ്ദേഹത്തെ MLA ആക്കിയ തരത്തിലുള്ള പരാതികൾ അത് അകത്ത് നിന്ന് തന്നെ ഉയരുന്ന ഘട്ടത്തിൽ കൂടി ആണ് ഇത്തരത്തിൽ ഉള്ള ഒരു ഇടപെടൽ അത് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നടക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു പക്ഷേ പോകാനുള്ള സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. അതൊരു പക്ഷേ 2 സ്ഥാനം അലങ്കരിക്കുന്ന കാരണം ചൂണ്ടിക്കാട്ടി അത്തരത്തിലൊരു നടപടി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. MLA സ്ഥാനം അത് രാജിവെക്കുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളത് സംബന്ധിച്ചോ ഒന്നുമുള്ള സൂചനകൾ ഈ ഘട്ടത്തിലും നേതാക്കളുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ആരുടെയും പ്രതികരണം ഈ ഘട്ടത്തിലും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർത്താ സമ്മേളനം ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ്. അത് മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റ് മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇതും സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു പ്രതികരണം ഇതുവരെയും നടത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുകയും അത് കൃത്യമായിട്ട് പരിശോധിക്കാൻ KPCCക്ക് നിർദ്ദേശം നൽകുകയും
ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും നിലവിലിപ്പോൾ MLA സ്ഥാനവും KPCC അധ്യക്ഷ സ്ഥാനവും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം KPCC ഒരുപക്ഷെ രാഹുലിനെ അതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനിടയിൽ തന്നെ യൂത്ത് കോൺഗ്രസിനിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തികളൊക്കെ തന്നെ പുകയുകയും ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തി എല്ലാവരും ആരോപണങ്ങൾ ഉയർത്തുന്നവർ രംഗത്തെത്തി മാധ്യമങ്ങളോട് നേരിട്ടവർ പ്രതികരണം നടത്തി. നേരത്തെ ഹൈക്കമാൻഡിന് പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ പരാതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നേരിട്ടവർ പ്രതികരണം നടത്തി രംഗത്തെത്തിയത് കൂടിയാണ് സാഹചര്യം കൂടുതൽ രൂക്ഷമായത്. അത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുലിന്റെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പോൾ ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ പരാതിക്കാർ മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള തുടർ നീക്കങ്ങൾ ഒരുപക്ഷെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണങ്ങൾ ഉയർന്നതിന് മുൻപ് തന്നെ രാഹുലിനെതിരെയുള്ള പരാതികൾ അത് ഹൈക്കമാൻഡിന് ലഭിച്ചു. അത് എത്തരത്തിലുള്ള പരാതികളാണ്, ആരൊക്കെയാണ് പരാതിക്കാർ എന്നുള്ളത് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പരാതികൾ അത് ഹൈക്കമാൻഡിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തുടർച്ചയായിട്ട് അത്തരത്തിൽ പരാതികൾ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് രാഹുലിനെതിരെ എന്തെങ്കിലും കടുത്ത നടപടികൾ ഇനി പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടത്. സൂര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുകയാണ്. രാഹുലിനെതിരെ വനിതാ നേതാക്കളടക്കം ആവശ്യം, അതായത് ഈ ഒരു ആരോപണത്തിൽ വ്യക്തത വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഗ്രൂപ്പുകളിൽ ഉയരുന്ന ഒരാവശ്യമെന്നുള്ളത്. എന്നാൽ ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഇതുവരെയും ഈ ഒരു ഗ്രൂപ്പിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടിയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ VD സതീശനെതിരെ, പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇടതുപക്ഷം ആരോപിക്കുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ് ഫാദർ ആണ് VD സതീശൻ എന്നുള്ളതാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. അപ്പോൾ VD സതീശനെതിരെയും VD സതീശൻ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് നിന്നത് എന്നുള്ള തരത്തിലും ഇടതുപക്ഷം ആരോപണങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും ഗ്രൂപ്പുകളിൽ പോലും ആ ചർച്ചയിൽ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണണം. എത്രത്തോളം സാധ്യതയുണ്ട് അതിന്? സ്ത്രീ വിഷയത്തെ ചൊല്ലി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൽ നിന്നൊക്കെ മാറി അതൊക്കെ ഒന്ന് കെട്ടണഞ്ഞു നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് വാക്കാലുള്ള വെറും ആരോപണങ്ങളാണ് അന്നുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നേരിട്ട് ആരോപണങ്ങൾ ഉയർത്തി സ്ത്രീകൾ രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തുടർച്ചയായിട്ട് ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ തുടർച്ചയായിട്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നുണ്ട്. ഇതുവരെയും അതിന്മേൽ ഒരു വിശദീകരണം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല എന്നുള്ളത് വാസ്തവമാണ്. അതേസമയം തന്നെ ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിന് മുൻപ് തന്നെ ഹൈക്കമാൻഡിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ എത്തിയിട്ടുണ്ട്, അത് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവമേറിയിട്ടുള്ളത്. അങ്ങനെ പരാതി ഹൈക്കമാൻഡിന് നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അവരാരാണ്, എന്തൊക്കെയാണ് ആ പരാതികൾ എന്നുള്ളത് കൃത്യമായിട്ട് ഒരു പക്ഷേ ഹൈക്കമാൻഡ് പരിശോധിച്ചിട്ടുണ്ടാകണം. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലും നിലവിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള വലിയ ആക്രമണം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് KPCCക്ക് നേരിട്ട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള നിർദ്ദേശം AICC നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ട് അന്വേഷിക്കാനുള്ള നിർദ്ദേശമാണ് ദീപാദാസ് മുൻഷി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് KPCC വിഷയം അന്വേഷിക്കും. KPCCയുടെ ഭാഗത്ത് നിന്ന് ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ചതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. AICC നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.
അതിനുശേഷം KPCC തയ്യാറാക്കി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് രാഹുലിനെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കുമോ, എന്ത് വിശദീകരണമാണ് പാർട്ടി നൽകാൻ പോകുന്നത് എന്നതൊക്കെ സംബന്ധിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പ്രതിസന്ധിയിൽ പാർട്ടി ആക്കുന്ന ഒരു സംഭവം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന തുടർച്ചയായിട്ടുള്ള ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഉൾപ്പെടെ പ്രതികരണം തേടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഇതുവരെയും ആരും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന വാർത്താ സമ്മേളനം അത് പ്രതിപക്ഷ നേതാവ് ഇന്ന് വയ്ക്കുകയായിരുന്നു. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം ഉണ്ടാകില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. മറ്റ് പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ഒന്നും മുതിർന്ന നേതാക്കളുടെ ആരുടെയും പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും മറുപടി നൽകിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വിഷയം അതിരൂക്ഷമാവുകയും അത് പാർട്ടിക്ക് അകത്ത് തന്നെ പുകഞ്ഞു തുടങ്ങി എന്നുള്ള കാര്യം പുറത്തു വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നേതാക്കന്മാരുടെയും രാഹുലിന്റെയും അടക്കം പ്രതികരണം ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആരോപണത്തിൽ അത് ഉയർത്തിയവർ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് രാഹുലിന്റെ പേരെടുത്ത് പറയാതെയും സൂചനകൾ നൽകിക്കൊണ്ടുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാറിയേക്കും, അല്ലെങ്കിൽ രാഹുലിനെ മാറ്റിയേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഉണ്ട്. MLA-യും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമാണ്. ആ സ്ഥാനത്ത് അത് കണക്കിലെടുത്ത്, അല്ലെങ്കിൽ ഇരട്ട സ്ഥാനം അലങ്കരിക്കുന്നു എന്നത് കണക്കിലെടുത്ത് ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റിയേക്കാം എന്നുള്ള ഒരു വിശദീകരണം ഒരു പക്ഷേ നൽകിക്കൊണ്ടായിരിക്കണം അത്തരത്തിലൊരു നടപടിയിലേക്ക് പാർട്ടി കടക്കുക എന്നുള്ളതാണ്. മറ്റ് എന്തെങ്കിലും കടുത്ത നടപടികളിലേക്കോ അല്ലെങ്കിൽ ഈ വിഷയം സംബന്ധിച്ച് രാഹുലിനോട് തന്നെ പാർട്ടി വിശദീകരണം തേടുമോ എന്നതൊക്കെ സംബന്ധിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം എന്നുള്ളതാണ് പറയേണ്ടത്. അത് വലിയ സൈബർ ആക്രമണം ഉൾപ്പെടെ രാഹുലിനെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും അത് പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ശരി, ഉയരുന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ AICCക്ക് നേരത്തെ പരാതികൾ ലഭിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും പരാതികൾ അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പരാതികൾ KPCCക്ക് കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള ചില സൂചനകളും കൂടി ലഭിക്കുന്നു. വനിതാ നേതാക്കളടക്കം ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു ആരോപണത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം, നിയമപരമായി മുന്നോട്ട് പോകണം എന്നുള്ള തരത്തിൽ വരെ ആവശ്യങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയെ മുഴുവനായി അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും കൂടിയുള്ള ചില പരാമർശങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഉണ്ടാകുന്നു. സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ അടിയന്തര ചർച്ച ആവശ്യമാണ്, അടിയന്തരമായി സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടണമെന്നും അടക്കമുള്ള ശബ്ദ സന്ദേശങ്ങൾ ആ ഗ്രൂപ്പിൽ ഉയരുന്നുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഈ ഒരു ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുലിനെ മാറ്റിയേക്കുമെന്നുള്ള ഒരു സൂചന കൂടി ഈ ഒരു നിലവിലെ മണിക്കൂറിൽ ലഭിക്കുകയാണ്. സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.